ഇറ്റലിയിലെ മിലാനിൽ നിന്നുള്ള ഫാദർ അംബ്രോജിയോ വില്ല ഒരു യുവതിയെ ഭൂതോച്ചാടനം നടത്തുകയായിരുന്നു. 2019 ഒക്ടോബർ 7 പരിശുദ്ധ ജപമാല രാജ്ഞിയുടെ തിരുനാൾ ദിനമായ അന്ന് അസാധാരണമായ ചില കാര്യങ്ങൾ അവിടെ സംഭവിച്ചു. പരിശുദ്ധ കന്യാമറിയത്തോടും യുവതിയിൽ ആവസിച്ചിരുന്ന ബേൽസെബൂബ് എന്ന ദുഷ്ടാരൂപിയോടും ആ വൈദികൻ സംഭാഷണം നടത്തി. ഫാദർ അംബ്രോജിയോ പരിശുദ്ധ മാതാവിനോട് ഇങ്ങനെ പറഞ്ഞു: ഓ കന്യകേ, ഇന്ന് പരിശുദ്ധ ജപമാല രാജ്ഞിയായ അങ്ങയുടെ തിരുനാളാണ്. ഈ ദുഷ്ടാരൂപി ബെൽസെബൂബ് പരിശുദ്ധ ജപമാലയെക്കുറിച്ച് സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു. ജപമാലയെക്കുറിച്ചുള്ള കത്തോലിക്ക സഭയുടെ പഠനങ്ങൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് അങ്ങയുടെ പ്രത്യേക തിരുനാൾ ദിനമാണല്ലോ. പരിശുദ്ധ ജപമാലയെക്കുറിച്ച് ഏതാനും മിനിറ്റുകൾ സംസാരിക്കാൻ അങ്ങ് ഈ ദുഷ്ടാരൂപിയോട് കൽപ്പിക്കണമേ. അതിനുശേഷം ഫാദർ അംബ്രോജിയോ ദുഷ്ടാരൂപിയോടായി പറഞ്ഞു: പരിശുദ്ധ മറിയത്തിന്റെ അനുവാദത്തോടെയും സ്വർഗത്തിന്റെ ആജ്ഞയോടെയും ദൈവനാമത്തിൽ ഞാൻ നിന്നോട് സംസാരിക്കാൻ കൽപ്പിക്കുന്നു. പരിശുദ്ധ ജപമാലയെക്കുറിച്ചും നിനക്കെതിരെ ജപമാലയ്ക്കുള്ള ശക്തിയെക്കുറിച്ചും സംസാരിക്കാൻ ഞാൻ ആജ്ഞാപിക്കുന്നു. വ്യക്തമായ ഇറ്റാലിയൻ ഭാഷയിൽ നല്ല കാര്യങ്ങൾ ഞങ്ങളോട് പറയുക. Parla bene in un bel italiano e dici cose belle e tante cose. Parla. In italiano bello. ദുഷ്ടാരൂപി പ്രതികരിച്ചു: ആ കിരീടം അഥവാ ജപമാല എന്നെ നശിപ്പിക്കുന്നു. കുറച്ചുകൂടി നല്ല രീതിയിൽ വ്യക്തമായ ഇറ്റാലിയനിൽ പറയൂ. നിനക്കതിന് സാധിക്കും. നിനക്കെതിരെ ജപമാല എത്രമാത്രം ശക്തമാണെന്ന് നീ ഞങ്ങളോട് പറയണമെന്ന് പരിശുദ്ധ കന്യക ആവശ്യപ്പെടുന്നു. ദുഷ്ടാരൂപി തുടർന്നു: എല്ലാ നന്മ നിറഞ്ഞ മറിയമേയും എന്റെ തല തകർക്കുന്നു. ജപമാല ഇത് വളരെ ലളിതമായ പ്രാർത്ഥനയാണ്. വളരെ ലളിതമായ പ്രാർത്ഥന. എന്നാൽ എല്ലാവരും ചൊല്ലുകയില്ല. പക്ഷെ ഇത് ചൊല്ലുന്നവർ തങ്ങളെ തന്നെ ക്രിസ്തുവിന്റെയും മറിയത്തിന്റെയും ജീവിതത്തിൽ ചേർത്ത് വയ്ക്കുന്നു. ആവർത്തിച്ചുള്ള ഈ ഒരേ പാട്ട് കേൾക്കുമ്പോൾ എന്റെ തല പൊട്ടിത്തെറിക്കുകയാണ്. എനിക്കത് കേട്ടു നിൽക്കാനാവില്ല. ജപമാല ആരെങ്കിലും കയ്യിൽ വയ്ക്കുന്നത് പോലും എന്നെ കോപാകുലനാക്കുന്നു. അയാൾ അത് ചൊല്ലുന്നില്ലെങ്കിൽ പോലും എനിക്കത് സഹിക്കാനാവില്ല. മറിയത്തിന് ഈ പ്രാർത്ഥന ഇഷ്ടമാണ്. ആരെങ്കിലും ഇത് കുടുംബത്തോടൊപ്പം ചൊല്ലിയാൽ ആ വ്യക്തിക്ക് അതിലൂടെ പ്രത്യേക സംരക്ഷണം ലഭിക്കും. എനിക്ക് ആ വീട്ടിൽ കയറാൻ സാധിക്കത്തില്ല. എനിക്കതിന് അനുവാദമില്ല. കുടുംബത്തിലെ പരിശുദ്ധ ജപമാലയുടെ ശക്തി എന്നെ തകർക്കുന്നു. ചില കുടുംബങ്ങളിൽ ഒരാൾ മാത്രമേ ഇത് ചൊല്ലുന്നുള്ളൂ എങ്കിലും അയാൾക്ക് കുടുംബത്തിലെ മറ്റുള്ളവരെ രക്ഷയിലേക്ക് നയിക്കാൻ കഴിയും. തുടർന്ന് വൈദികൻ പരിശുദ്ധ മാതാവിനോടായി പറഞ്ഞു: O Maria, ti ringrazio che costringi questo demone Belzebù a fare questa pubblicità, questa catechesi sul rosario. Oh Maria, è preziosissima. Io col tuo permesso vorrei condividere. മരിയ, ഈ ദുഷ്ടാരൂപി ബെൽസെബൂബിനെ പരിശുദ്ധ ജപമാലയെക്കുറിച്ച് പരസ്യമായി സംസാരിക്കാൻ നിർബന്ധിക്കുന്നതിന് ഞാൻ നന്ദി പറയുന്നു. ഓ അമൂല്യയായ മരിയ, അങ്ങേ അനുവാദത്തോടെ ഇത് അനേകരുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സംസാരിക്കാൻ ഈ ദുഷ്ടാരൂപിയെ നിർബന്ധിക്കുക. വീണ്ടും അദ്ദേഹം ദുഷ്ടാരൂപിയോട് കൽപ്പിച്ചു: തുടർന്ന് പറയുക. അത് തുടർന്നു: അവളുടെ ഇഷ്ടപ്പെട്ട ജപമാല രഹസ്യങ്ങൾ ക്രിസ്തുവിന്റെ പീഡാനുഭവ രഹസ്യങ്ങളാണ്. അവിടെ
മനുഷ്യവംശത്തിന്റെ മുഴുവൻ രക്ഷയുണ്ട്. പ്രകാശത്തിന്റെ രഹസ്യങ്ങൾ മറിയത്തിന് ഇഷ്ടമല്ലേ? അതും ഇഷ്ടമാണ്. പക്ഷേ ആരെങ്കിലും ജപമാല ചൊല്ലാൻ തുടങ്ങുകയാണെങ്കിൽ അവനെ ശല്യപ്പെടുത്താൻ ഞാൻ വരും. എങ്ങനെ? ചിന്തകൾ കൊണ്ട്, പലവിധ അസ്വസ്ഥതകൾ കൊണ്ട്. പക്ഷേ മാതാവും അതിനൊപ്പം വരികയില്ലേ? ഉവ്വ്, ഇത് കുട്ടികൾക്കൊപ്പം ചൊല്ലണം. ഈ പ്രാർത്ഥന കുട്ടികളെ പഠിപ്പിക്കണം. ഞാൻ അവരെ ശല്യപ്പെടുത്താൻ ചെല്ലും മുമ്പ് കുറച്ചു കഴിഞ്ഞാൽ ഞാൻ അവരുടെ വിശുദ്ധി കവർന്നെടുക്കും. മാതാപിതാക്കൾ മക്കൾക്കായി ജപമാല ചൊല്ലണം. കാരണം കുടുംബത്തെയും യുവതി യുവാക്കളെയും നശിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ജപമാല പ്രാർത്ഥിക്കുന്നവർക്ക് അവൾ കൃപകൾ നൽകുന്നു. ഒരുപാട്. അതെനിക്ക് സഹിക്കാനാവില്ല. നൊവേനകളും എന്റെ തലയെ തകർക്കുന്നു. എനിക്കത് താങ്ങാനാവില്ല. ഇതിനെല്ലാം മുകളിൽ കന്യക എല്ലാ ബന്ധനങ്ങളും അഴിക്കുന്നു. Guarda, a noi piacciono tanto le litanie e mentre le dicevamo prima sentivo che tu le pativi. Cosa ci dici delle... ഞങ്ങൾക്ക് ലുത്തിനിയകൾ വളരെ ഇഷ്ടമാണ്. നിനക്കത് ഉപദ്രവമാണെന്ന് നേരത്തെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ലുത്തിനിയകളെക്കുറിച്ച് നിനക്ക് എന്താണ് ഞങ്ങളോട് പറയാനുള്ളത്? അതെന്നെ ഞെരിക്കുന്നു. അതെനിക്ക് മടുപ്പാണ്. എന്തുകൊണ്ട്? കാരണം അത് തുടർന്നുകൊണ്ടേയിരിക്കുന്ന സ്തുതിയാണ്. സ്തുതി. പക്ഷേ മാതാവ് അത് അർഹിക്കുന്നു. അത് നിങ്ങളെ സംബന്ധിച്ച്. അവൾ നിങ്ങൾക്കും രാജ്ഞിയല്ലേ? നിങ്ങൾ അത് അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറല്ലെങ്കിലും അല്ലേ? അതെ. ലുത്തിനിയയെക്കുറിച്ച് എന്തു പറയുന്നു? ഇനിയും എന്താണ് നിനക്ക് ഞങ്ങളോട് പറയാൻ കഴിയുക? പലരും ജപമാല പൂർത്തിയാക്കുമ്പോൾ അത് ചൊല്ലാറില്ലല്ലോ. എനിക്കറിയാം. അത് ചൊല്ലാത്തവർ തെറ്റാണ് ചെയ്യുന്നത്. ഫാദർ അംബ്രോജിയോ മാതാവിന് നന്ദി പറഞ്ഞു. Lode tua, o Maria. Hai ancora, lei ti dice di dirci ancora qualcosa o hai finito? മരിയ, ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. Rispondi. ഇനിയും ഞങ്ങളോട് എന്തെങ്കിലും പറയണമെന്ന് കൽപ്പിച്ചിട്ടുണ്ടോ? Allora noi preghiamo. അതോ പറഞ്ഞു കഴിഞ്ഞോ? മറുപടി തരിക. പറയാനുള്ളത് കഴിഞ്ഞു. ഇനി നമുക്ക് പരിശുദ്ധ രാജ്ഞി Allora noi പ്രാർത്ഥിക്കാം. preghiamo Maria. Salve Regina, Madre di misericordia, vita, dolcezza, speranza nostra. സമൂഹം ഒന്നിച്ച് പരിശുദ്ധ രാജ്ഞി എന്ന മരിയ സ്തുതി അർപ്പിച്ച് മാതാവിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു. നോക്കൂ, നാം എത്രയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പരിശുദ്ധ മാതാവിന്റെ കൽപ്പന പ്രകാരം വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. ജോർജ് റെമിറസ് തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ഈ വെളിപ്പെടുത്തൽ പങ്കുവച്ചിരിക്കുന്നത്. സ്വർഗം അനേക തവണ ഇവയെല്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നിട്ടും വിശ്വസിക്കാൻ കഴിയാത്തവർ സ്വർഗത്തിന്റെ ശത്രു പറയുന്നത് കേട്ടിട്ടെങ്കിലും വിശ്വസിച്ചിരുന്നെങ്കിൽ. യേശുവിൻ അമ്മേ മാതാവേ, അരുമസുതർക്ക് ആലംബമേ, ഇരു കൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെയല്ലയോ? ഇരു കൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെ